ഈ വീഡിയോ സ്റ്റോളൻ എലക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ബുക്കിനെ കുറിച്ചിട്ടാണ്. ഇത് 2025 ഏപ്രിൽ മാസത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. റാൽഫ് പെസില്ലോ എന്ന് പറഞ്ഞ ആളാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. ഈ ബുക്ക് പ്രതിപാദിക്കുന്നത് ഡെമോക്രസീസ് ലോകത്തിൽ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്നും അത് അമേരിക്കൻ ഇലക്ഷനുകളെ എങ്ങനെ ബാധിക്കുന്നുവെന്നുമാണ്. ഇന്ത്യ അടക്കം 52 രാജ്യങ്ങളിൽ ഇലക്ഷൻ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. 378 പേജുള്ള ഈ ബുക്കിന്റെ ഒരു സമ്മറൈസ്ഡ് കണ്ടന്റ് മാത്രമാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. റോബ് സാക്ക് ആൻഡ് മാർട്ടിൻ റോഡ്, ഇവർ രണ്ടുപേരും DEA ഏജന്റുമാരാണ്. DEA എന്ന് വെച്ചാൽ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അമേരിക്കയിലെ ഇലക്ഷൻ ഫ്രോഡുകളെ കുറിച്ചിട്ടും ഫോറിൻ കൺട്രികളിലെ ഇലക്ഷൻ ഫ്രോഡുകളെ കുറിച്ചിട്ടുമാണ്. മാർട്ടിൻ റോഡിൽ ജനിച്ചിരിക്കുന്നത് വെനിസ്വലയിലാണ്. 1990കളിൽ മാർട്ടിൻ വാഷിംഗ്ടൺ DC മൂവ് ചെയ്തു. 1999 ഹ്യൂഗോ ചാവേസ് വെനിസ്വലയിൽ പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്തു. സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വെനിസ്വലയ്ക്ക് മാത്രമാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ശേഖരമുള്ളത്. സൗദി അറേബ്യയേക്കാൾ കൂടുതൽ എണ്ണ ശേഖരമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓവർ $1 ട്രില്യൺ വെനിസ്വലയ്ക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിൽ നിന്നുള്ള പ്രതിവർഷ വരുമാനം. അമേരിക്കൻ കമ്പനികളും ബ്രിട്ടീഷ് കമ്പനികളുമായിരുന്നു പ്രധാനമായി ഓയിൽ ഡ്രിൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ONGCക്ക് പോലും വെനിസ്വലയിൽ ഒരു ഡ്രില്ലിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു. ഹ്യൂഗോ ചാവേസ് വെനിസ്വലൻ പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ എല്ലാ ഓയിൽ ബിസിനസ്സുകളെല്ലാം വെനിസ്വലൻ ഗവൺമെന്റ് പ്രോപ്പർട്ടികളായി ഡിക്ലെയർ ചെയ്തു. അതോടുകൂടി അവിടെ ഡ്രില്ലിംഗ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനികളെല്ലാം പുറത്താക്കി ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ചു. അപ്പോൾ വെനിസ്വലൻ ജനങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. എതിർത്തവരെയെല്ലാം പ്രസിഡന്റ് ചാവേസ് ജയിലിലടക്കാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു 25% വെനിസ്വലൻസ് വെനിസ്വലയിൽ നിന്ന് ഓടിപ്പോയി. മറ്റു ബാക്കിയുള്ളവരുടെ കഷ്ടകാലം ആരംഭിക്കുകയും ചെയ്തു. വെനിസ്വലയിലെ പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷമാണ്. ചാവേസ് പ്രസിഡന്റായി 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ കാലാവധി 6 വർഷമാക്കാൻ തീരുമാനിച്ചു. അതിനൊരു റെഫറാൻഡം ഇലക്ഷന്റെ ആവശ്യമുണ്ടായിരുന്നു. പ്രശ്നം ചാവേസിന്റെ ഇന്നർ സർക്കിളിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് 40% മാത്രമേ ഉള്ളൂ എന്നും 60% ജനങ്ങൾ ചാവേസിന് എതിരാണെന്നും വരാൻ പോകുന്ന റെഫറാൻഡം ഇലക്ഷനിൽ ചാവേസ് തോൽക്കുമെന്നും ഉറപ്പായി. അപ്പോൾ പ്രസിഡന്റ് ചാവേസ് തന്റെ ഗോഡ്ഫാദറായ ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയുമായി ആലോചിച്ചു. അപ്പോൾ ഇലക്ഷൻ മെഷീനുകളുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുമെന്നൊരു ഉപദേശവും കിട്ടി. അങ്ങനെയാണ് ചാവേസ് സ്മാർട്ട്മാറ്റിക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുമായി കോണ്ടാക്റ്റിലാവുന്നതും റെഫറാൻഡം ഇലക്ഷൻ ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തത്. സ്മാർട്ട്മാറ്റിക് കമ്പനി പ്രധാനമായും ഉണ്ടാക്കുന്നത് വോട്ടിംഗ് മെഷീനുകളുടെ സോഫ്റ്റ്വെയർ ആണ്. വെനിസ്വലയുടെ തലസ്ഥാനമായ കരാക്കസിലുള്ള സൈമൺ ബോളിവർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ 3 യങ് എഞ്ചിനീയേഴ്സ് ചേർന്നാണ് ഈ സ്മാർട്ട്മാറ്റിക് കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അവരുടെ പേരുകളാണ് ആന്റോണിയോ മൊഗേഷ്യോ, ആൽഫ്രഡെ ഹോസെ അൻസോള, റോജർ പിനാറ്റ്. ഇവരുടെ സഹായത്തോടെയാണ് പ്രസിഡന്റ് ചാവേസ് റെഫറാൻഡം ഇലക്ഷൻ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. അതുകൊണ്ട് പ്രസിഡന്റ് ചാവേസ് സ്മാർട്ട്മാറ്റിക് കമ്പനിക്ക് 20,000 വോട്ടിംഗ് മെഷീൻ വാങ്ങിക്കാനും ഭാവിയിൽ വെനിസ്വലയിൽ ഇലക്ഷൻ നടത്താനുമായി $128 മില്യൺ കോൺട്രാക്ട് കൊടുത്തു. ഇതിനെക്കുറിച്ച് അന്നത്തെ വെനിസ്വലൻ അംബാസഡർ ആയിരുന്ന വില്യം ബ്രൗൺഫീൽഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു രഹസ്യ കേബിൾ അയച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ പൈസ വന്നപ്പോൾ ഈ 3 എഞ്ചിനീയേഴ്സും കൂടെ അമേരിക്കയിൽ വന്ന് സ്മാർട്ട്മാറ്റിക് എന്ന സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങുകയും ESNS, സെക്കോയ, ഡൊമിനിയൻ എന്നീ വോട്ടിംഗ് മെഷീൻ കമ്പനികൾ ഏറ്റെടുക്കുകയും അവരുടെ വോട്ടിംഗ് മെഷീനുകളിലെല്ലാം സ്മാർട്ട്മാറ്റിക്കിന്റെ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഇന്ന് പല രാജ്യങ്ങളിലും ഉള്ള വോട്ടിംഗ് മെഷീനുകളിൽ സ്മാർട്ട്മാറ്റിക്കിന്റെ സോഫ്റ്റ്വെയർ ആണുള്ളത്. അതിന്റെ സോഴ്സ് കോഡ് കൺട്രോൾ ചെയ്യുന്നത് വെനിസ്വലയിൽ നിന്നുള്ള കരാക്കസിൽ നിന്നുമാണ്. സ്മാർട്ട്മാറ്റിക്കിന്റെ സോഫ്റ്റ്വെയർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ ഡേയുടെ അന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ
അവരുടെ സോഴ്സ് കോഡ് ഉപയോഗിച്ച് അതിൻ്റെ സീക്രട്ട് വിൻഡോയിലൂടെ ഒളിഞ്ഞു കയറി ജയിക്കാൻ ആവശ്യമായ മാത്രം വോട്ടുകൾ തിരിമറി ചെയ്യുന്ന വിധത്തിലാണ്. അങ്ങനെ സ്മാർട്ട്മാറ്റിക് കമ്പനി ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നുവോ അവർ ജയിക്കും. ഇലക്ഷനിൽ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടി കോടതിയിൽ പോയാൽ കേസിന്റെ ചിട്ടവട്ടങ്ങളെല്ലാം അനുസരിച്ച് കേസ് കോടതിയിൽ വരണമെങ്കിൽ ഒരു 3 മാസത്തിൽ കൂടുതൽ സമയമെടുക്കും. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് എല്ലാം ഡിക്ലെയർ ആയ ശേഷം 2-3 ദിവസത്തിനുള്ളിൽ സ്മാർട്ട്മാറ്റിക്കിന്റെ എഞ്ചിനീയേഴ്സ് വീണ്ടും അവരുടെ സോഴ്സ് കോഡ് ഉപയോഗിച്ച് അവരുടെ സോഫ്റ്റ്വെയറുകളിൽ കടന്നു കയറി വോട്ടിംഗ് മെഷീനിൽ നടത്തിയിരിക്കുന്ന മാനിപ്പുലേഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. അതിനുശേഷം എത്ര വലിയ കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ചെക്ക് ചെയ്താലും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ആദ്യം ഡിക്ലെയർ ചെയ്ത റിസൾട്ടുകൾ അങ്ങനെ തന്നെ നിലനിൽക്കും. എന്ന് വെച്ചാൽ കേസുമായി കോടതിയിൽ പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് സാരം. അതിന് ഉദാഹരണമാണ് ഫോക്സ് ന്യൂസും ഡൊമിനിയൻ വോട്ടിംഗ് മെഷീനും തമ്മിലുള്ള ഡിഫമേഷൻ കേസിൽ ഫോക്സ് ന്യൂസ് വോട്ടിംഗ് മെഷീൻ കമ്പനിക്ക് $750 മില്യൺ മേലെ കൊടുക്കേണ്ടി വന്നത്. അമേരിക്കയുടെ വലിപ്പം എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ 3 ഇരട്ടി വലിപ്പം ഉള്ളതാണ്. ജനസംഖ്യയാണെങ്കിൽ ഇന്ത്യയിലുള്ളതിനേക്കാൾ 1/3 താഴെയും, ഏകദേശം 345 മില്യൺ ജനങ്ങൾ. ഈ അമേരിക്കയിൽ എലക്ഷൻ പർപ്പസിന് വേണ്ടി ഈ മുഴുവൻ അമേരിക്കയെ 3400 എലക്ഷൻ കൗണ്ടികളായി വിഭാഗിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു എലക്ഷൻ അട്ടിമറിക്കാൻ എത്ര എലക്ഷൻ ഡിസ്ട്രിക്റ്റുകളിലെ വോട്ടുകൾ അട്ടിമറി ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സ്വിംഗ് സ്റ്റേറ്റുകളിലെ 8-9 കൗണ്ടികളിൽ മാത്രം മതിയാകുമെന്നായിരുന്നു മറുപടി. അതിന് എത്ര ആളുകൾ വേണമെന്ന് ചോദിച്ചപ്പോൾ 5-6 ആളുകൾ മാത്രം മതി എന്നാണ് പറഞ്ഞത്. സ്മാർട്ട്മാറ്റിക് വളർന്നു വലുതായി പടർന്ന് പന്തലിച്ച് വന്നപ്പോൾ അവർ സെർബിയയിൽ വലിയൊരു ഡാറ്റാ സെന്റർ തുടങ്ങി. അവരുടെ ഓപ്പറേഷൻസ് എല്ലാം പിന്നെ സെർബിയയിൽ നിന്നുമായി മാറി. ഈ സെർബിയ എന്ന് പറയുന്നത് യൂഗോസ്ലോവിയ വിഭജിച്ചുണ്ടായ കോസവോ, മോൺനെഗ്രോ, ബോസ്നിയ എന്നീ സ്ഥലങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു രാജ്യമാണ്. ഈ സെർബിയയിലെ സ്മാർട്ട്മാറ്റിക്കിന്റെ ഡാറ്റാ സെന്ററുകളിൽ വർക്ക് ചെയ്യുന്നത് ഇറാനിയൻ എഞ്ചിനീയേഴ്സും വെനിസുലൻ എഞ്ചിനീയേഴ്സുമാണ്. ഇതിന്റെ ഫിനാൻസ് എല്ലാം ചൈനയിൽ നിന്നുമാണ് നടക്കുന്നത്. 2024 അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഈ സെർബിയയിലെ സ്മാർട്ട്മാറ്റിക്കിന്റെ ഡാറ്റാ സെന്റർ ക്ലോസ് ചെയ്തു. ആര് ക്ലോസ് ചെയ്തുവെന്നോ എങ്ങനെ ക്ലോസ് ചെയ്തുവെന്നോ ഈ സ്റ്റോളൻ എലക്ഷൻസ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നില്ല. എങ്കിലും 2024 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് ട്രംപ് ജയിച്ചു. അങ്ങനെ 2028 വരെ അമേരിക്ക രക്ഷപ്പെട്ടു. സ്റ്റോളൻ എലക്ഷൻസ് എന്ന് പറയുന്ന ബുക്കിൽ അമേരിക്കൻ ഇലക്ഷനുകളിലെ പല അട്ടിമറികളെക്കുറിച്ചും അതിനോടനുബന്ധിച്ച മറ്റു പല സംഭവങ്ങളെക്കുറിച്ചും അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. വെനിസുലയിലെ കരാക്കസിലെ സ്മാർട്ട്മാറ്റിക്കിന്റെ ഹെഡ് ഓഫീസിലാണ് അതിൻ്റെ സോഴ്സ് കോഡ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് വളരെയധികം സെക്യൂരിറ്റിയോടുകൂടി ഫിഷ് ടാങ്ക് എന്ന് പറയപ്പെടുന്ന ഒരു വോൾട്ടിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ വെനിസുലൻ പ്രസിഡന്റായ നിക്കോളസ് മഡുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അമേരിക്ക കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് കരാക്കസിൽ ധാരാളം ബോംബ് വർഷം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതിൽ സ്മാർട്ട്മാറ്റിക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ഫിഷ് ടാങ്കും എല്ലാം ഛിന്ന ഭിന്നമായി പോയെന്ന് ഞാൻ തറപ്പിച്ച് പറയാം. കാരണം 2020 എലക്ഷൻ തോൽക്കാനുള്ള പ്രധാന കാരണം വെനിസുലൻസ് ആണ് എന്നുള്ളതാണ് തന്നെ. അമേരിക്കൻ പൊളിറ്റിക്സിന്റെ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching my video and please subscribe.